ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടറോള G24 പവർ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം നല്ല പോലെ സെയിലുള്ള ഒരു മോഡൽ കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അറിയിക്കാം. ഒരു ക്വിക്ക് അൺബോക്സിങ് നോക്കിയാൽ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഫോണിന് ഓൾറെഡി കേസ് ആ ഒരു യെല്ലോ കളർ ആവുന്ന TPU കേസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, കേബിൾ വരുന്നുണ്ട്, ഒരു സിം ഇജക്റ്റിംഗ് പിന്നും കുറച്ച് പേപ്പറുകൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ മോട്ടറോള ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. ഇനി എടുത്ത് പറയാനാണെങ്കിൽ നമുക്കിവിടെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അറ്റ് എ ടൈം നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ അത്രയൊക്കെ തന്നെ ഇവിടെ പറയാനുള്ളൂ. ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ആ ഒരു ടിപ്പിക്കൽ മോട്ടറോള ഡിസൈൻ തന്നെ. സോ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അത്യാവശ്യം നല്ല പോലെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചിഹ്നമാണ് കേട്ടോ. ഈ ഒരു ബോട്ടം സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് യൂണിഫോം ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെന്നൊരു അഭിപ്രായമുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ബാറ്ററി സൈഡാണ്. കാരണം 6000 mAh ബാറ്ററിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യാറ്. ഇവിടെ നമുക്ക് 6000 mAh ബാറ്ററിക്ക് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 33 വാട്ടിൻ്റെ അഡാപ്റ്റർ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇത് ചാർജ് ആവാനായിട്ട് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിൽ എടുക്കുന്നുണ്ടെങ്കിലും വൺസ് ഇത് ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 10-11 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അതായത് ഒരു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ, ഒരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിന് മുകളിൽ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് 2 ക്യാമറകളാണ് പുറകിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറും. ഈ ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണമൊന്നുമില്ല. നമുക്കത് മാറ്റി നിർത്താം, അതങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. ഈ 50 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവിടെ വരുന്നത്. ഈ പണ്ടത്തെ മോട്ടറോള ഫോണുകളുടെ ഒരു പ്രശ്നമുണ്ട്, ഏറ്റവും നെഗറ്റീവായിട്ട് നിൽക്കുക അത് ക്യാമറ സൈഡ് തന്നെയാണ്. ആ ഒരു പണ്ടത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫോണാണ് ഇത്. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫീലാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു വൈറ്റ് പൂവിൻ്റെ ഇടയിൽ ഒരു റെഡ് മൊട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെഡ് മൊട്ട് കാണാനായിട്ട് സാധിക്കില്ല. ആ വൈറ്റ് മൊത്തത്തിൽ വൈറ്റായിട്ടാണ് നിൽക്കുക. അത്തരത്തിൽ ആ ഒരു കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇനി സ്കിൻ ടോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നല്ല ഹൈ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, നല്ല ഹൈ ബീം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഒരു സോഫ്റ്റ് ലൈറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പോർട്രേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും ഈ ഒരു പോസ്റ്ററിൽ നമ്മളൊരു സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വെച്ച പോലത്തെ ഒരു അവസ്ഥയാണ് വരുന്നത്. ഇനി ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ലോ ലൈറ്റ് ഫോട്ടോസാണ്. അത്യാവശ്യം ഇരുട്ടായിട്ടുള്ള സമയത്താണെന്നുണ്ടെങ്കിലും, ഇരുട്ടെന്ന് പറഞ്ഞാൽ കൂരി ഇരുട്ടല്ല, ഒരു 6 മണി 6:30 ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോസും അത്യാവശ്യം കൊള്ളാം. അതായത് അങ്ങനെ ഇരുണ്ട് പോകുന്ന ഒരവസ്ഥ വരുന്നില്ല. ഒത്തിരി ലൈറ്റ് ഇതിൻ്റെ സെൻസറിലോട്ട് കയറി പോകുന്നുണ്ട്. വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. മാക്സിമം ഫുൾ HD ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. നല്ലപോലെ ഷെയ്ക്കി ആയിട്ടുള്ള വീഡിയോസ് ഓക്കെ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഈ ഒരു ഫോണിൻ്റെ സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 16 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ലോ ലൈറ്റിലും ഈ റിയർ ക്യാമറ തരുന്ന പോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലോ ലൈറ്റിൽ തരുന്നുണ്ട്. പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല തരുന്നത്. സ്റ്റെബിലിറ്റി ഭയങ്കര മോശമാണ്, ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല പോലെ വീഡിയോ ഡാമേജ് ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ MediaTek Helio G85 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 14 സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ G85 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒപ്റ്റിമൈസ്ഡ് ഫീലല്ല നമുക്ക് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ UI തന്നെ നമുക്ക് അത്യാവശ്യം ലാഗ് ആവുന്ന പ്രശ്നങ്ങൾ, സ്റ്റക്ക്
സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 3-4 ബ്ലോട്ട് വെയറുകൾ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ഫാൾട്ട്, ലെജൻഡ്, അതേപോലെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഞാൻ കളിച്ച് നോക്കി. ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്, പക്ഷെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. UI ഒന്നും കൂടിയും ഒപ്റ്റിമൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയും നന്നായേനെ എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ആ ഒരു സ്റ്റക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ റീസെൻ്റ് ആപ്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒന്ന് ഫ്രീസായിട്ട് നിൽക്കും. അതേപോലെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്തൊന്ന് ഫ്രീസായി നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ ആ ഒരു വരുന്ന ഇത്തരത്തിലുള്ള ജസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആക്കുക, വരച്ചുകൊണ്ട് ക്യാമറ ഓൺ ആക്കുക, അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ ഒരു ഡിവൈസിലും വരുന്നുണ്ട്. സോ ഒരു ഡീസൻറ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 90 ഹെഡ്സ് വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇവർ പറയുന്നത് 590 നിറ്റ്സ് ആണ്. ശരിക്കും നമുക്ക് നല്ല ലൈറ്റുള്ള സമയത്ത്, അതായത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ, പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു ഇരുണ്ടൊരവസ്ഥയാണ്. നമുക്ക് അങ്ങനെ കണ്ടന്റ് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നിലവിൽ വരുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് അവിടെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് യൂട്യൂബിൽ 4K കണ്ടന്റുകൾ വരെ കാണാനായിട്ട് സാധിക്കും. HDRൻ്റെ സപ്പോർട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഓഡിയോനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ ലൗഡാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ ടോണിങ് വരുന്നുണ്ടെങ്കിലും ആ ഒരു ലൗഡ്നെസ് കൺട്രോൾഡ് അല്ല. അങ്ങനെ പതർച്ചൊന്നും വരുന്നില്ല, പക്ഷെ ഒരു സുഖമുള്ള ഒരു ലൗഡ്നെസ് അല്ല. അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, അങ്ങനെ ഓളിയിടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. വെൽ ടോണഡ് അല്ല. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മൾട്ടിമീഡിയ തരുന്നത്. ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമാണ് എടുത്തു പറയാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 4G സിമ്മുകളാണ് ഇതിലിടാനായിട്ട് സാധിക്കുക. അങ്ങനെ റേഞ്ച് പിടിക്കാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. NFC IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടില്ല. സോ അത്രയും കാര്യങ്ങളാണ് കണക്ടിവിറ്റി സൈഡിൽ വരുന്നത്. സിം ഇട്ട് കഴിഞ്ഞാൽ കോള് കണക്റ്റ് ആവാത്ത പ്രശ്നങ്ങൾ, റേഞ്ച് എടുക്കാത്ത പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മോട്ടറോളയുടെ ഫോണുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സാധാരണ വരാറില്ല കേട്ടോ. ഈ ഒരു ഫോണിലും അതൊക്കെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് അത്ര സ്പീഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല തരുന്നത്. പലപ്പോഴും അത് എടുക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും അതേപോലെ തന്നെ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് ഫോൺ അൺലോക്ക് ആവുന്നത്. ഇനി ഈ ഒരു ഫോൺ ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു ഫോൺ വേണം, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. 8000 രൂപയ്ക്ക് താഴെ മോട്ടറോള G04 എന്ന് പറയുന്ന ഒരു ഫോണും കൂടി മോട്ടറോള ഇറക്കുന്നുണ്ട്. ഇതിന് 7000 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ഫോൺ എടുക്കണോ അതോ മോട്ടറോള G24 പവർ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ 1000 രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാനാണ് ഞാൻ പറയുക. കാരണം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള, ഇതിൻ്റെ ഡിസ്പ്ലേ 50 പോക്കാണ്, ബാറ്ററി 5000 mAh വരുന്നുള്ളൂ, 18 വാട്ടിൻ്റെ ചാർജിങ്ങേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് സൈഡിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇതിനേക്കാൾ ബെറ്റർ ആണ്. ഇതിൽ 4GB റാം 128GB ഇന്റേണൽ മെമ്മറിക്ക് 7999 രൂപ, 8GB റാം 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 8999 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഞാനിതിൻ്റെ പർച്ചേസ് ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എപ്പോഴും പറയാറുള്ള പോലെ ഈ ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.